ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി. ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി. പുതുക്കിയില്ല. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളും. ഇതാണ് എനിക്ക് പറയാൻ. അല്പം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്രയും പോയിന്റ് പറയണ്ട. പിന്നെ ഇവിടെത്താണ്. അറിയില്ല, അതൊന്നും അറിയില്ല. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ, ഒരാളുടെ സ്ഥാനാർത്ഥികളെ സ്വതന്ത്രമാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം എന്നെ ഒന്നും വിളിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അല്ല, പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്തുണ വന്നിരിക്കുക, അതൊന്നും തന്നില്ലല്ലോ. ഞങ്ങൾ എഗ്രിമെൻ്റ് ഒന്നും വെച്ചിട്ടില്ല. അല്ല, വിജയിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ മത്സരിക്കുന്നത്. അത്രയല്ലേ പറയാൻ പറ്റും. അല്ല, അതാണിപ്പോൾ പറയാനൊക്കില്ല. അത് പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. പലതരം പിന്തുണയുണ്ടല്ലോ. എനിക്കറിയില്ല, എന്നോടാരും സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. പറഞ്ഞോ, ഒരിക്കലും വേണ്ടി ഞാൻ വെച്ചിട്ടില്ല ആരുമായിട്ട്. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ, വോട്ട് പിടിച്ച് ജയിക്കട്ടെ. സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അങ്ങയുടെ ഒരു വീഡിയോ സംഭാഷണം. അതായത് ഒരാൾക്ക് VS-ന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം, എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്ന്. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള ആഗ്രഹം. അതാണ് ചോദ്യം. അതെ, ബാക്കിയുള്ളവരെല്ലാം സന്യസിക്കാരാണ് മത്സരിക്കുന്നത്, അധികാരത്തിലല്ലേ. എല്ലാവരും സന്യസിക്കാൻ വേണ്ടി മത്സരിക്കാൻ. എന്നെ MLA ആക്കിയാൽ ഞാൻ കാശി പോകണോ എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ അതെ, VS അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനെന്തോ പറഞ്ഞെന്നല്ലേ നിങ്ങൾ? ഞാൻ ആ വീഡിയോ കണ്ടില്ല. കാണാത്ത വീഡിയോ പറ്റി ഞാനങ്ങനെ പറയാം. കൃത്രിമ വീഡിയോ ആയിക്കൂടെ? ഇല്ല. ഇപ്പോൾ ഈ പഴയതൊക്കെ എന്തിനാണ് പൊക്കി എടുക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ മത്സരിക്കരുത്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ എന്നോട്. അത് നേരെ അങ്ങ് ചോദിച്ചാൽ പോലെ. ഞാൻ മത്സരിക്കുന്നതിന് ഈ പേടിക്കേണ്ട കാര്യം. ഞാൻ കേട്ടോ, വേറെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഈ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഞാൻ ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നില്ല, പഞ്ചായത്ത് കൺവെൻഷൻ ഇല്ല, ഒന്നുമില്ല. ചുവര് പോലും ഞാൻ ആരെ കൊണ്ട് എഴുതിക്കുന്നില്ല. കാരണം എൻ്റെ നയത്തിന് വിപരീതമായി ചുവര് എഴുതാൻ പറ്റത്തില്ല. ആരെങ്കിലും ജീസുദാനെ വിജയിപ്പിക്കാൻ എഴുതുകയാണ് എനിക്ക് അഭിപ്രായ ചർച്ചയില്ല, അതിനില്ല. ഇങ്ങനെയുള്ള അതെ, മത്സരിക്കാൻ ഇവരാരും എൻ്റെ സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല, എനിക്ക് എഴുതി തന്നിട്ടുമില്ല. പറഞ്ഞു ഞാൻ ഇതുവരെ മത്സരിച്ച എന്താ ആശയമായിരുന്നു അത് തന്നെ. ഇത്രയും കാലം ഞാൻ എങ്ങനെ മത്സരിച്ചു അങ്ങനെ തന്നെ. പിന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റി ഞാൻ സംസാരിക്കും. എല്ലാ പാർട്ടിയിലും ഉണ്ട്, അത് വളരാൻ പാടില്ല. ഒന്നും അറിയില്ല. സർക്കാരിനെതിരെ ഞാനൊന്നും പറയുന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതെ, ഞാൻ അഴിമതിക്കെതിരെ, എല്ലാത്തരം അഴിമതിക്കെതിരെയും എൻ്റെ പ്രധാന ക്യാമ്പയിൻ ആണ്. അതൊന്നും ഇപ്പം പറയേണ്ട കാര്യമല്ല. പറഞ്ഞു
യാതൊരു പാർട്ടി ചേർത്ത് പിടിച്ച കൊടിയേരി ബാലകൃഷ്ണൻ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇല്ല. കൊടിയേരി ബാലകൃഷ്ണൻ എല്ലാത്തിൻ്റെയും അവസാനം ഒറ്റമൂലിയാണ് എൻ്റെ അനുഭവത്തിൽ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു നല്ല സഖാവായിരുന്നു. അദ്ദേഹം അവിടെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കും, ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ MA പാസ്സായി പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടാണ് ബാക്കി ജവഹർലാൽ കോളേജിൽ അദ്ദേഹം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള കോളേജ് യൂണിറ്റ് ഉൾക്കാണ് ഞാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കഴിയില്ല. കൊടിയേരി ബാലകൃഷ്ണൻ ഒന്നും ഇവിടെ പ്രശ്നമില്ല. മത്സരിക്കുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചു, താല്പര്യം അറിയിച്ചു, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും അറിയിച്ചു. എന്നിട്ടും സീറ്റ് തരാത്തതുകൊണ്ടല്ലേ സാറിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറങ്ങേണ്ടി വരുന്നത്? ചേട്ടാ, പാർട്ടി സീറ്റ് ഉണ്ടായപ്പോൾ ഞാൻ സ്വതന്ത്രണ്ടാകും. ഇത് ചോദ്യം സംസ്ഥാന നേതൃത്വത്തെ അങ്ങ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും പ്രതികരണങ്ങൾ വരുമ്പോൾ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചു പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇല്ല. എല്ലാം ഞാനിവിടെ ഡീൽ ചെയ്യും, എല്ലാം പരിഹരിക്കും. എനിക്ക് പരിഹരിക്കാൻ അറിയാമായിരുന്നു. ഒരു പരാതി പോലും 63 ഇയേഴ്സിനുള്ളിൽ ഒരു പാർട്ടി കമ്മിറ്റിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഞാൻ പരാതി കൊടുത്തിട്ടില്ല.